വെൽക്കം ടു ദിസ് BNI ഡീറ്റെയിൽ വീഡിയോ. ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം ഒന്ന് BNI എന്താണ്, അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇഫ് യു ആർ എ ബിസിനസ് ഓണർ നിങ്ങൾ BNIയിൽ ജോയിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ല എങ്കിൽ ഒരിക്കലും നിങ്ങൾ ജോയിൻ ചെയ്യാൻ പാടില്ലാത്ത സിറ്റുവേഷൻ എന്താണ്, അതേപോലെ ഇനി എന്താണ് അടുത്ത സ്റ്റെപ്പ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകണം. BNI എന്ന് പറയുന്നത് ബിസിനസ് നെറ്റ്വർക്ക് ഇന്റർനാഷണൽ ആണ്. ഇറ്റ്സ് എ ബിസിനസ് റെഫറൽ ഓർഗനൈസേഷൻ, വിച്ച് മീൻസ് ഞാൻ ഒരു BNIയിലെ മെമ്പർ ആവുന്ന സമയത്ത് ഐ ഹാവ് 2 കമ്മിറ്റ്മെന്റ്സ്. ഒന്ന്, എൻ്റെ ഫെല്ലോ മെമ്പേഴ്സ്, അതായത് BNIയിലുള്ള മറ്റുള്ള ഒരാളെ ഞാൻ സഹായിക്കും എന്നുള്ള കമ്മിറ്റ്മെന്റിലാണ് ഞാൻ ആക്ച്വലി ബിസിനസ്സിലേക്ക് വരുന്നത്. നോർമലി ബിസിനസ് എന്ന് പറയുമ്പോൾ നമുക്കെന്ത് എങ്ങനെ വളരാമെന്നാണ് നമ്മൾ ചിന്തിക്കാറുള്ളത്. പക്ഷേ BNI വർക്ക്സിന് ഡിഫറെന്റ് പ്രിൻസിപ്പിൾ. BNI പറയുന്നത് ബിസിനസ് ഗ്രോത്ത് ഒരു ഹണ്ടിങ് അല്ല, അതൊരു ഫാമിംഗ് ആണെന്നാണ്. നമ്മൾ റിലേഷൻഷിപ്പിലൂടെ ബിസിനസ് വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ബേസിക് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്കറിയാം ബിസിനസ്സിൽ വിശ്വാസം അതാണല്ലോ അല്ല. അതുകൊണ്ട് തന്നെ ഇതിനകത്തും സെയിം പ്രിൻസിപ്പിളാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ അവിടെ ഒരു ബിസിനസ് ആൾക്കാരുടെ കൂടെ നമ്മൾ നിന്ന് അവരുടെ ട്രസ്റ്റ് നമ്മൾ പിടിച്ചു പറ്റി നമ്മൾ നല്ല സർവീസുകൾ കൊടുത്ത് ആ ക്രെഡിബിലിറ്റി നമ്മൾ ബാക്കി എല്ലാവരും നമ്മളെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ കിട്ടുന്ന ബിസിനസ്സുകൾ ലോങ് ടേമിലൂടെ ഹെൽപ്ഫുൾ ആവും. ഇങ്ങനെ ഗിവ് ആൻഡ് ടേക്ക് പോളിസിയാണ് ആക്ച്വലി BNI ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ BNIയിൽ ജോയിൻ ചെയ്യുന്നതിന്റെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഇസ് ബേസിക്കലി നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു സംഭവമാണ് BNI ആക്ച്വലി. അല്ലെങ്കിൽ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ BNI വുഡിൻ ഹെൽപ്പ് യു. അപ്പോൾ ഇതാണ് ഫസ്റ്റ് കണ്ടീഷൻ. സോ നമ്മൾ എല്ലാ ആഴ്ചയിലും ഒരു ദിവസം നമുക്ക് മീറ്റിംഗ് ഉണ്ടാവും. നോർമലി ഓഫ്ലൈൻ മീറ്റിംഗ് ആയിരിക്കാം. ചില സ്ഥലങ്ങളിൽ ചില ആഴ്ചകളിൽ ഓൺലൈൻ, ചില ആഴ്ചകളിൽ ഓഫ്ലൈൻ ഒക്കെ ഉണ്ട്. ബട്ട് കാലിക്കറ്റിൽ വാട്ട് ഹാപ്പൻസ് ഇസ് ബേസിക്കലി എല്ലാ ആഴ്ചകളും വ്യാഴാഴ്ച അല്ലെങ്കിൽ വീക്ക് ഡേയ്സിൽ ഒരു ദിവസം മോർണിംഗ് 8 മണിക്കാണ് മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുക. ബട്ട് യു ഹാവ് ടു ബി ദെയർ ബിഫോർ ടൈം. കാരണം നമ്മൾ അൾട്ടിമേറ്റ്ലി റിലേഷൻഷിപ്പിലൂടെയാണല്ലോ ബിസിനസ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ യു ഹാവ് ടു ബി ദെയർ ബിഫോർ ടൈം. അപ്പോൾ 7:30 മുതൽ മിനിമം ഒരു 9-9:30 വരെയൊക്കെ മീറ്റിംഗ് ഉണ്ടാവും. അത് കഴിഞ്ഞാൽ നമുക്ക് നെറ്റ്വർക്ക് ചെയ്യാൻ ടൈം ഉണ്ടാവും. ഇറ്റ്സ് ലൈക്ക് അനദർ ഫാമിലി ഉണ്ട്. ഒരു ബിസിനസ് ഗെറ്റ് ടുഗദർ ആണ് വിത്ത് പ്യുവർ മോട്ടോ ഓഫ് ഇംപ്രൂവിങ് യുവർ ബിസിനസ് വളർത്തുക എന്നുള്ള ഒബ്ജക്റ്റീവ് തന്നെയാണുള്ളത്. എല്ലാവർക്കും അറിയാം നമ്മൾ വരുന്നത് ബിസിനസ് വാങ്ങാനും ബിസിനസ് കൊടുക്കാനുമാണെന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ ഷെയിം കാണിക്കേണ്ട ആവശ്യമോ ഇൻഡയറക്ട്ലി പിച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് ബിസിനസ് വേണം, പ്ലീസ് ഹെൽപ്പ് മീ എന്ന് പറയാൻ യാതൊരു മടിയും കാണിക്കേണ്ട ഒരു ഓർഗനൈസേഷനാണ് BNI. അതുകൊണ്ട് തന്നെ ആണ് ബിസിനസ് വളരുന്നത്. ഇത് രണ്ടാമത് ഇതിന്റെ ഇപ്പോൾ ഞാൻ പറയുന്നത് ഐ ആം ദ സെക്രട്ടറി ഓഫ് ദിസ്. ഇത് കീപ്സ് ഓൺ ചേഞ്ച്. ലീഡർഷിപ്പ് 6 മാസം കൂടുമ്പോൾ മാറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇൻട്രസ്റ്റ് അപ്പോഴും ലൈവായി നിൽക്കും എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ്. ഇനി BNIയിൽ ജോയിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന്, ജോയിൻ ഇൻ ഗുഡ് ചാപ്റ്റർ എന്ന് പറയുമ്പോൾ ലീഡർഷിപ്പ് ഒരു വലിയ ഫാക്ടറാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ടീം മെമ്പേഴ്സിന്റെ ഒരു ബിഹേവിയർ, അവരുടെ സപ്പോർട്ട്. BNI നോർമലി സിസ്റ്റമാറ്റിക് ഓർഗനൈസേഷൻ ആയതുകൊണ്ട് തന്നെ അവിടുത്തെ സിസ്റ്റത്തെ കുറിച്ച് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് കംപ്ലീറ്റ്ലി സിസ്റ്റമാറ്റിക് ഓൺലി. ഈവൺ അവിടുത്തെ പ്രസിഡന്റ് ആണെങ്കിലും സെക്രട്ടറി ആണെങ്കിലും അവിടെ ലേ ഔട്ട് ചെയ്ത സെയിം സാധനങ്ങളാണ് അവർ വായിക്കാൻ പ്രവർത്തിക്കുക. അതുകൊണ്ട് അതിൽ എവിടെ പോയാലും ഓൾമോസ്റ്റ് സെയിം സർവീസ് ആയിരിക്കും. എങ്കിലും നമുക്ക് നോക്കാവുന്നത് സീനിയോറിറ്റി ഓഫ് ദി ചാപ്റ്റർ ഏതൊക്കെ മെമ്പേഴ്സാണ് അവിടെ ഉള്ളത്. കാരണം വി ഹാവ് ടു ലിവ് വിത്ത് ദം. സോ അവരുടെ ഒരു സപ്പോർട്ട്, ഇതൊക്കെ ബേസിക് കാര്യങ്ങൾ നോക്കുക എന്നുള്ളതാണ്. അതെങ്ങനെയാണ് മനസ്സിലാവുക? യു ക്യാൻ ബി എ വിസിറ്റർ. നിങ്ങൾക്ക് ഒരു ഔട്ട്സൈഡ് ബിസിനസ് ഓണർക്ക് നിങ്ങൾക്ക് ഒരു BNIയിൽ വിസിറ്റർ ആയിട്ട് പോകാൻ വേണ്ടി സാധിക്കും. അതിലെന്തെങ്കിലും ഹെൽപ്പ് വേണം എന്നെ കോൺടാക്ട് ചെയ്ത നമ്പർ ജസ്റ്റ് ബിലോ ദിസ്. നിങ്ങൾ എന്നെ വിളിച്ച് ഞാൻ പറഞ്ഞുതരാം എന്താ ചെയ്യേണ്ടതെന്നുള്ള. ഇഫ് യു ആർ ഇൻ കാലിക്കറ്റ് ഓർ ഇൻ എനി പ്ലേസ് ഐ ക്യാൻ ഹെൽപ്പ് യു ബി എ വിസിറ്റർ. 1-2 ചാപ്റ്ററിൽ പോയി കണ്ട് മനസ്സിലാക്കി നമുക്ക് സപ്പോർട്ട് കിട്ടുമെന്ന് തോന്നാവുന്ന നമ്മളെ സിമിലർ കോംപ്ലിമെന്റിങ് ബിസിനസ്സുകളുള്ള ചാപ്റ്ററിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് അടുത്തൊരു ഫാക്ടർ, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങളെ കാറ്റഗറി ഇൻഷുറൻസ് ആണ്. മെജോറിറ്റി എല്ലാ BNI ചാപ്റ്റേഴ്സിലും ഒരു ഇൻഷുറൻസുകാരൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഇൻഷുറൻസുകാരി ഉണ്ടാവും. അതുകൊണ്ട് ഒരു കൊളൈഡിങ് ബിസിനസ്സുകൾ ഉണ്ടാവില്ല. ക്ലാഷ് ഓഫ് ഇൻട്രസ്റ്റ് ഉള്ള ബിസിനസ്സുകൾ ഒരിക്കലും ഒരേ ചാപ്റ്ററിൽ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ബിസിനസ് ഗ്രോ ചെയ്യുന്നത്. കാരണം ഞാൻ ഫ്രാഞ്ചൈസ് കൺസൾട്ടന്റ് ആണ്. അപ്പം മറ്റൊരു ഫ്രാഞ്ചൈസ് കൺസൾട്ടന്റ് എനിക്കില്ല. അപ്പം ഞാൻ എൻ്റെ ചാപ്റ്ററിൻ്റെ അകത്ത് ഞാൻ കോമ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്ക് തുറന്ന് സംസാരിക്കാം, ആരോട് വേണമെങ്കിലും എനിക്ക് ബിസിനസ് ചോദിക്കാം. ഒരു ക്ലാഷ് ഉണ്ടാവില്ല. അറ്റ് ദ സെയിം ടൈം കാലിക്കറ്റിൽ ഏകദേശം 20ഓളം ചാപ്റ്റേഴ്സ് ഉണ്ട്. 20ഓളം ചാപ്റ്റേഴ്സിൽ വേറെ പല ചാപ്റ്ററും ചിലപ്പം കൺസൾട്ടന്റ് ഉണ്ടാവും. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മളെ ചാപ്റ്ററിൻ്റെ അകത്ത് നമുക്ക് കോമ്പറ്റീഷൻ വരുന്നില്ല. അത് നമുക്ക് ബ്യൂട്ടിഫുള്ളി പോസിറ്റീവ്ലി നമുക്ക് ഉപയോഗപ്പെടുത്താം. അതുകൊണ്ടാണ് BNI വളരെയുള്ള മറ്റൊരു സാഹചര്യം. പിന്നെ എല്ലാത്തിനും പോയിന്റ്സ് ആണ്. എവറിത്തിങ്, നമ്മൾ വരുന്നതിന് പോയിന്റ്, അറ്റൻഡൻസിന് പോയിന്റ്, ട്രെയിനിങ്സിന് പോയിന്റ്, കൃത്യമായ ട്രെയിനിങ്സും കാര്യങ്ങളും നമ്മളെ ബിസിനസ്സിന് ഹെൽപ്പ് ചെയ്യുന്ന, നമ്മളെ പേഴ്സണലി ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് പോസിറ്റീവ്ലി ഉപയോഗപ്പെടുത്താം. ഓക്കെ, സോ ഐ തിങ്ക് ഐ ഹവ് കവർഡ് മോസ്റ്റ് ഓഫ് ദി പോയിന്റ്സ്. ഇനി അധികം പറഞ്ഞ് ബോറടിപ്പിക്കണില്ല. ഇഫ് യു വാണ്ട് ടു വിസിറ്റ് എനി BNI, please do let me know. I can connect you with the right people. ഇനി അതല്ല, കാലിക്കറ്റ് എഫ്ലുവൻസ് വി ആർ എ ബ്യൂട്ടിഫുൾ ചാപ്റ്റർ ഓഫ് അറൌണ്ട് 61 മെമ്പേഴ്സ്. കഴിഞ്ഞ മാസം വി ക്രോസ് 200 crore ബിസിനസ് റെഫറൽ. പരസ്പരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബിസിനസ് കൊടുത്ത് 200 കോടി നമ്മൾ ക്രോസ് ചെയ്തു.
ആൻഡ് എ ബ്യൂട്ടിഫുൾ ചാപ്റ്റർ വിത്ത് ലോട്ട് ഓഫ് സീനിയർ മെമ്പേഴ്സ് ആൻഡ് ഓൾസോ നല്ല വൈബുള്ള നമ്മുടെ യങ്സ്റ്റേഴ്സും അതിനകത്ത് അവൈലബിൾ ആണ്. സോ ലുക്കിംഗ് ഫോർവേഡ് ടു സീ യു ദെയർ. സോ ഇഫ് യു നീഡ് എനി ഇൻഫർമേഷൻ ജസ്റ്റ് പിങ് മീ ഓൺ ദ നമ്പർ ബിലോ. ഈ നമ്പറിൽ നോക്കി നിങ്ങൾക്ക് വിളിക്കാൻ സാധിക്കും കേട്ടോ. സോ ലുക്കിംഗ് ഫോർവേഡ് ടു സീ യു ദെയർ ഇൻ അവർ ചാപ്റ്റർ ഓർ ഇൻ അതർ ചാപ്റ്റർ ഓർ ഇൻ എനി BNI, because for business owners your network is your net worth. Bye bye.